നമസ്കാരം. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ ആത്മഹത്യ ചെയ്ത സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അതിൽ രാഷ്ട്രീയം കുത്തിനിറച്ച് രാഷ്ട്രീയവൽക്കരിച്ച് കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി നെറികെട്ട പൊളിറ്റിക്സ് കളിക്കുകയാണ് കോൺഗ്രസ്. ഇന്നതാ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ KSU, യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസും ഒക്കെ കൂടി ഒരു നിരാഹാര സമരം ആരംഭിച്ചിട്ടുണ്ട്. ആ നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്യാനെത്തിയത് VD സതീശനാണ്. VD സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞ പച്ചക്കള്ളങ്ങൾ നമുക്ക് ആദ്യം തന്നെ ഒന്ന് കേൾക്കാം. ഈ പ്രതികളിൽ ചിലരെ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കിയപ്പോൾ അറിയപ്പെടുന്ന CPM നേതാവ്, മുൻ MLA മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരായി ഇവരെ രക്ഷപ്പെടുത്താൻ. എല്ലാവരെയും ഒളിവിൽ പാർപ്പിച്ചത് CPM. എത്ര പച്ചക്കള്ളമാണ് VD സതീശൻ പറയുന്നത്. സതീശൻ ഉദ്ദേശിച്ചത് മുൻ MLA CK ശശീന്ദ്രനെ കുറിച്ചാണ്. ശശീന്ദ്രൻ ഈ പ്രതികളെയൊക്കെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയപ്പോൾ അദ്ദേഹവും അവിടെ ഹാജരായി എന്നാണ് ഈ VD സതീശൻ പറയാതെ പറയുന്നത്. അങ്ങനൊരു വ്യാജ വാർത്ത പ്രചരിക്കുന്നുമുണ്ട്. സത്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് CK ശശീന്ദ്രൻ തന്നെ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നാണമില്ലല്ലോ സതീശ, വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനാണെങ്കിൽ പോലും ഇങ്ങനെ നട്ടാൽ കുരുക്കാത്ത നുണ പറയുന്നതിൽ. മജിസ്ട്രേറ്റിനോട് അങ്ങനെ നേരിട്ട് ആർക്കെങ്കിലും പറയാൻ കഴിയും? കോടതി നടപടി അതെന്ന് എല്ലാവർക്കും അറിയില്ലേ. മജിസ്ട്രേറ്റ് ഞാൻ തമ്മിൽ നേരിൽ തന്നെ കാണേണ്ട സാഹചര്യമില്ല. മജിസ്ട്രേറ്റ് ചേംബറിലാണ്, ഞാൻ പുറത്താണ്. അപ്പോൾ ഇതെല്ലാം തെറ്റായൊരു കാര്യമാണ്. രക്ഷകർത്താക്കൾ എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. അതെല്ലാം നിയമപരമായ കാര്യങ്ങൾ എന്ന നിലക്ക് അവിടെ കണ്ട ചില രക്ഷകർത്താക്കളുടെ കൂട്ടത്തിൽ വയനാട്ടിലെ അറിയപ്പെടുന്ന കോൺഗ്രസിൻ്റെ നേതാവിൻ്റെ മകനും അവിടെ ഉണ്ട്. അയാൾ ഇതിലെ പ്രതിയാണ്. അവരൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ മാത്രമൊന്നുമല്ല അവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങളതൊന്നും പറയാത്തത് വ്യക്തിപരമായൊരു കാര്യമായിട്ട് ഇത് പോകേണ്ടതായിട്ട് ഇത്രയും കാലം പറയാണ്ടിരുന്നത്. അദ്ദേഹം നേരത്തെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു അഭിഭാഷകനാണ്. അദ്ദേഹത്തിൻ്റെ മകൻ അവിടെ ഉണ്ട്. അദ്ദേഹം അവിടെ ഉണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ ഈ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു. ചിലർ പറയുന്നത് നിരപരാധികളാണെന്ന്. അപ്പോൾ അതൊക്കെ കോടതിയിൽ തെളിയിക്കേണ്ട കാര്യങ്ങളാണ്. അവിടെ സാധാരണ ഇതിൽ സഹായം ചെയ്യാമെന്ന് പറഞ്ഞാൽ എന്താ, ഇങ്ങനെ വരുന്ന പ്രതികൾക്ക് വേണ്ടി വക്കീലുമാരെ ഏർപ്പാട് കൊടുക്കുക. ഏതെങ്കിലും ഒരു വക്കീലിനെ അവിടെ ഹാജരാക്കി കൊടുത്തുവെന്ന് ആർക്കും പറയാൻ കഴിയും? ഒന്നുമില്ലല്ലോ. അവിടെ മുഴുവൻ ഈ പ്രതികളുടെ അവർ തന്നെ, ചിലർ വയനാട്ടിൽ നിന്ന് പുറത്തുനിന്നാണ് വന്നിരിക്കുന്നത് തോന്നുന്നു. അവിടെ കുറേ അഭിഭാഷകരുണ്ട്. ചേംബർ എന്ന് പറയുന്നത് വക്കീൽ മജിസ്ട്രേറ്റ് ഒറ്റയ്ക്കല്ലല്ലോ, അഭിഭാഷകരുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്. അവരെല്ലാം അടങ്ങുന്ന ഒരു കോടതിക്കകത്താണ് പോയിരുന്നത്. അത് DYSPയോട് കാര്യങ്ങൾ സംസാരിച്ചു, എന്താ വെച്ചാൽ തിരിച്ചു പോകുന്നു. രക്ഷകർത്താക്കൾ അതൊക്കെ പറഞ്ഞപ്പോൾ അതിൻ്റെ നിയമപരമായ കാര്യങ്ങൾ നിയമപരമായിട്ട് നടക്കട്ടെ എന്ന് പറഞ്ഞ് തിരിച്ചു പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. കേട്ടില്ലേ, ഇതാണ് വാസ്തവം. പക്ഷേ വാസ്തവം അറിയാതിരിക്കാൻ നിരന്തരം ഒരേ കള്ളം തന്നെ VD സതീശനും കൂട്ടരും ആവർത്തിക്കുകയാണ്. തീർന്നില്ല, മറ്റൊരു പ്രധാനപ്പെട്ട ഒരു നാടകം കൂടി, ഒരു അഭിനയം കൂടി VD സതീശൻ കാഴ്ചവെക്കുന്നുണ്ട്. സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സതീശന്റെ ഈ വാക്കുകൂടി ഒന്ന് കേൾക്കാം. ഇന്നത്തെ ഈ സിദ്ധാർത്ഥിന്റെ കൊലപാതകം കേരളത്തിന്റെ മനസ്സിലുണ്ടാക്കിയിരിക്കുന്ന ഒരു ഞെട്ടൽ എന്താണ്? എന്തൊരു ഷോക്കാണ് സത്യം പറഞ്ഞാൽ. നമ്മളത് വായിച്ചത് നമ്മുടെ കയ്യും കാലം വിറക്കുകയാണ്. നമുക്കത് താങ്ങാൻ പറ്റുന്നില്ല. നമ്മളൊക്കെ എന്തുമാത്രം സംഭവങ്ങളും എന്തുമാത്രം കാര്യങ്ങൾ കണ്ടിട്ടുള്ള ആളുകളാണ് രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ, പൊതുപ്രവർത്തനത്തിനിടയിൽ. നമുക്ക് താങ്ങാൻ പറ്റുന്നുണ്ടോ? നമ്മൾ നമ്മുടെ മക്കളെ കുറിച്ച് ആലോചിക്കില്ലേ? നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കില്ലേ? ഇങ്ങനെ വിടണോ ക്യാമ്പസ്? അതൊക്കെ എത്ര ഗൗരവമുള്ള കാര്യങ്ങൾ. സത്യത്തിൽ VD സതീശനും VD സതീശന്റെ പാർട്ടിക്കും ഈ സെക്രട്ടേറിയറ്റ് മുമ്പിൽ നിരാഹാരം കിടക്കുന്നവർക്കും എന്ത് അർഹതയാണുള്ളത് സിദ്ധാർത്ഥിന് വേണ്ടി സംസാരിക്കാൻ? പണ്ട് ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ധീരജ് എന്ന് പറയുന്ന 22 വയസ്സുകാരനെ യൂത്ത് കോൺഗ്രസ്സുകാരനും KSUക്കാരനും ഒക്കെ കുത്തി കൊലപ്പെടുത്തിയപ്പോൾ എവിടെ പോയിരുന്നു നിങ്ങളൊക്കെ? അന്ന് കണ്ടില്ലല്ലോ ഈ നിരാഹാര സമരം. അന്ന് കണ്ടില്ലല്ലോ മകൻ നഷ്ടപ്പെട്ട അച്ഛൻ്റെയും അമ്മയുടെയും വിലാപ കണ്ണുനീരിനെ ആശ്വസിപ്പിക്കുന്ന രീതിയിലുള്ള ഇതുപോലുള്ള ചില വാക്കുകൾ. എന്നിട്ടിപ്പോൾ വലിയ ഗിമ്മിക്ക് നമ്പറുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളാണ് എന്ന രീതിയിൽ ഇങ്ങനെ ചില ഗിർവാണങ്ങൾ അഴിച്ചുവിടുകയാണ്. നിങ്ങളുടെ കപടമുഖം കേരളത്തിന് അറിയാവുന്നതാണ്. അന്ന് അറസ്റ്റിലായ ഈ നിഖിൽ പൈലിയെക്കുറിച്ച് ഇന്നും മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ തേനും പാലുമൊക്കെയാണ് സതീശന്റെയും സുധാകരന്റെയും ഒക്കെ വായിൽ നിന്ന് ഒലിച്ചിറങ്ങുന്നത്. കുത്തിക്കൊലപ്പെടുത്തിയ നിഖിൽ പൈലി എന്തോ വലിയ ഒരു കാര്യം ചെയ്തു വന്നതുപോലെയാണ് സുധാകരനൊക്കെ അന്ന് വല്ലാത്ത രീതിയിൽ പ്രകീർത്തിച്ചുകൊണ്ട് സംസാരിക്കുന്നത് കേട്ടത്. നിഖിൽ പൈലി അങ്ങനെ ചെയ്യില്ല, നിഖിൽ പൈലി അങ്ങനെ ഒരാളല്ല എന്നൊക്കെയാണ് ഇന്നും അവർ പറയുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിച്ചപ്പോൾ VD സതീശനും പറഞ്ഞത് എന്താണ്? നിഖിൽ പൈലിയെ വാഴ്ത്തിക്കൊണ്ടൊരു വാഴ്ത്തുപാട്ടായിരുന്നു. അല്ല, ഞങ്ങളുടെ നിലപാട് അയാളല്ലാതെ കൊലപാതകം നടത്തിയെന്നാണ്. അത് ക്യാമ്പസിന് പുറത്തു വെച്ച് നടന്ന സംഘർഷത്തിന്റെ ഇടയിൽ നടന്നതാണ്. സംഘർഷത്തിന്റെ ഇടയിൽ SFIക്കാർ ഇയാളെ ഓടിക്കുകയായിരുന്നു.
ഓടുകയായിരുന്നു. 100-150 മീറ്ററിലേക്ക് ഈ ചെറുപ്പക്കാരെ മുഴുവൻ ഓടുകയായിരുന്നു. അതിന്റെ ഇടയിൽ നടന്ന സംഘർഷമാണ്. ഇത് അങ്ങനെയല്ലല്ലോ. ഈ വാഴ്ത്തുപാട്ട് പാടുന്ന സതീശനൊക്കെയാണ് സിദ്ധാർത്ഥിന് വേണ്ടി, സിദ്ധാർത്ഥിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്നവർക്കൊക്കെ എതിരെ സംസാരിച്ചപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഈ വിഷയം നടന്നപ്പോൾ തന്നെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തേക്ക് വന്ന ഒരേ ഒരു സംഘടന SFI ആണ്. ഈ ആക്രമിച്ച, ഈ ആത്മഹത്യ കാരണമായ ക്രിമിനലുകൾക്ക് SFIയുടെ മെമ്പർഷിപ്പ് ഉണ്ട്, അല്ലെങ്കിൽ SFIയിൽ അവർ അംഗമാണെന്ന് കണ്ടപ്പോൾ തന്നെ മുഖം നോക്കാതെ നടപടിയെടുത്ത് ചവിട്ടി പുറത്താക്കിയത് ഈ സംഘടനയാണ്. എന്നിട്ടിപ്പോൾ SFIക്കെതിരെ ഇല്ലാ കഥകളും പച്ചക്കള്ളവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. തീർന്നില്ല, സതീശൻ വീണ്ടും ഒരു വലിയ പച്ചക്കള്ളം കൂടി തട്ടിവിടുന്നുണ്ട്. അതുകൂടി ഒന്ന് കേൾക്കാം. എറണാകുളത്ത് SFI സംസ്ഥാന സെക്രട്ടറിക്ക് പരീക്ഷ എഴുതാതെ പാസ്സായെന്ന് ഇല്ലേ മാർക്ക് ലിസ്റ്റിൽ വന്നപ്പോ അത് പുറത്ത് വാട്സാപ്പ് ഗ്രൂപ്പിൽ, അധ്യാപകരുടെ വാട്സാപ്പ് ഗ്രൂപ്പിലിട്ട അധ്യാപകരെ ട്രാൻസ്ഫർ ചെയ്തു. പരീക്ഷ എഴുതാതെ പാസ്സായവൻ റോഡിലിറങ്ങി നടക്കുകയാണ്. അത് റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകർക്കെതിരെ ഇല്ലേ, ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടർക്കെതിരെ കേസ്. ഒരു കള്ളം പിടിക്കപ്പെട്ടാലും അത് വീണ്ടും ആവർത്തിക്കാൻ തനിക്കൊരു മടിയുമില്ല എന്ന്, ഒരു ഉളുപ്പുമില്ല എന്ന് VD സതീശൻ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. എഴുതാത്ത പരീക്ഷയ്ക്ക് PM മാർഷോ ജയിച്ചുവെന്ന് പറഞ്ഞ് ഏതോ ഒരു KSUകാരൻ പറഞ്ഞ ബൈറ്റിന്റെ പുറത്ത് ഏഷ്യാനെറ്റിലെ റിപ്പോർട്ടർ വാർത്ത കൊടുത്തതും, പിന്നീട് ആ വ്യാജ വാർത്ത പടച്ചുവിട്ട റിപ്പോർട്ടർക്ക് എന്താണ് സംഭവിച്ചതെന്നൊക്കെ എല്ലാവർക്കും അറിയാം. വ്യാജ വാർത്ത കൊടുത്താൽ സ്വാഭാവികമായിട്ടും നിയമക്കുരുക്കിൽപ്പെടും. അങ്ങനെ നിയമക്കുരുക്കിൽപ്പെട്ടതൊക്കെ നമ്മൾ കണ്ടതാണ്. അതായത് ശരി PM മാർഷോയുടെ ഭാഗത്തായിരുന്നു എന്നത് നമ്മൾ കണ്ടതാണ്. അത് ഏത് സൈറ്റിൽ വന്ന ചില മിസ്റ്റേക്കുകളായിരുന്നു എന്ന് പിന്നീട് പുറത്തു വരികയും മാധ്യമങ്ങളൊക്കെ വാർത്ത തിരുത്തി കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് ആ വിഷയത്തെ തുടർന്നിപ്പോൾ സതീശൻ ന്യായീകരിക്കുന്നത് കേട്ടില്ലേ? PM മാർഷോയെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് SFI കടന്നാക്രമിക്കാനുള്ള മറ്റൊരു രീതിയിലുള്ള ഒരു തന്ത്രം. ഈ കുതന്ത്രങ്ങളൊക്കെ സതീശൻ നാലായി മടക്കി പോക്കറ്റിലിട്ടാൽ മതി, അതൊന്നും ഇവിടെ വിലപ്പോകില്ല. സതീശൻ SFIയെ കടന്നാക്രമിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ സിദ്ധാർത്ഥിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് SFI വഴി LDFനെ കടന്നാക്രമിച്ചുകൊണ്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയ കടന്നാക്രമണം അതെന്തിനു വേണ്ടിയാണെന്ന് നമുക്ക് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഇവർക്ക് ഒന്നും തന്നെ ജനങ്ങളുടെ മുമ്പിലേക്ക് എടുത്തു വെക്കാനില്ല. അതുകൊണ്ട് ഈ പൊതുവായിട്ട് ഇപ്പോൾ ഉയർന്നു വരുന്ന വിഷയങ്ങളിൽ നിന്നൊക്കെ ജനശ്രദ്ധ മാറ്റി നിർത്തുന്നതിന് വേണ്ടിയാണ് സതീശനും ഗ്യാങ്ങും ഒക്കെ ഇപ്പോൾ ഇത്തരത്തിൽ സിദ്ധാർത്ഥിന്റെ ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഈ രീതിയിലുള്ള ചില ഗിമ്മിക്ക് നമ്പറുമൊക്കെയായി രംഗത്തേക്ക് വരുന്നത്. 18 MP ഇവിടെ നിന്ന് ജയിച്ച് ആ ലോക്സഭയിൽ പോയിരുന്നിട്ട് കേരളത്തിന് വേണ്ടി ഒരു അക്ഷരം മിണ്ടിയില്ല എന്ന് മാത്രമല്ല, ഒരു രീതിയിലൊരു കുന്തവും നടപ്പിലാക്കിയില്ല. അതുകൊണ്ട് ജനങ്ങളുടെ അടുത്തേക്ക് വോട്ട് ചോദിച്ചു എന്നിട്ടുണ്ടെങ്കിൽ നല്ല അടി കിട്ടുമെന്ന കാര്യം സതീശന് നന്നായി അറിയാം. അതുകൊണ്ട് ഇനിയിപ്പോൾ സിദ്ധാർത്ഥിന്റെ പേരും പറഞ്ഞ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ നടക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ സിദ്ധാർത്ഥിനെ അവരൊരു സൈഡിലേക്ക് ഇടും. അങ്ങനെയാണല്ലോ കോൺഗ്രസിന്റെ പാരമ്പര്യം. എന്തായാലും ഇങ്ങനെ പച്ചക്കള്ളം പറഞ്ഞ് പച്ചക്കള്ളത്തിൽ പടുത്തുയർത്തി ഒരു പ്രസ്ഥാനത്തെ എത്ര നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും സതീശ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.